നമസ്കാരം. ശരണമന്ത്രമുഖരിതമായിരിക്കുകയാണ് ശബരിമല സന്നിധാനം. ആയിരക്കണക്കിന് വിശ്വാസികൾ പൊന്നമ്പലമേട്ടിലെ ദർശന പുണ്യത്തിനായി കാത്തിരിക്കുകയാണ്. വ്രതം നോറ്റ് ശബരീശന്റെ ദർശന പുണ്യം നേടി ഇനി മകരജ്യോതി ദർശിക്കാനാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. ശബരിമലയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ജ്യോതി ദർശനത്തിനായി ഇപ്പോൾ ഉള്ളത്. മകരജ്യോതി ദർശനത്തിന്റെ സമഗ്ര കവറേജാണ് ന്യൂസ് 18-ൽ ഇനി. നമുക്കൊപ്പം അതിഥികൾ ചേരും. ശബരിമല മുൻ മേൽശാന്തി പെരികമ്മന ശങ്കരൻ നാരായണ നമ്പൂതിരി, ഒപ്പം ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ എന്നിവർ ചേരും. ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലേക്കും മകരവിളക്കിന്റെ വിശദാംശങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാം. ഇപ്പോൾ നമുക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ സന്നിധാനത്ത് നിന്ന് ചേരുന്നു. ജി ശ്രീജിത്തും ഡാൻ കുര്യനും അവിടെയുണ്ട്. ഡാൻ, ശ്രീജിത്ത്, ഇപ്പോൾ സന്നിധാനം വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. എത്രത്തോളം ഒരുക്കത്തിലാണ് സന്നിധാനം? വലിയ ഒരുക്കം തന്നെ എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്രയധികം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലത്ത് വേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് നമുക്കൊരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരുക്കങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ്. എന്തായാലും ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 5 മണിയോടുകൂടിയാണ് ക്ഷേത്ര നട തുറക്കുന്നത്. ഒരുപക്ഷെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണത്. ഉച്ചയ്ക്ക് 1:30 നടയടച്ച ശേഷം വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നു. ആ നട തുറക്കുന്നത് മുതൽ പിന്നീടുള്ള കാത്തിരിപ്പ് തിരുവാഭരണ ഘോഷയാത്ര വരുന്നതിന് വേണ്ടിയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടേക്ക് 5:30 ഇവിടെ ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അതിനുശേഷം അവിടെ ദേവസ്വം ബോർഡിന്റെ സ്വീകരണമുണ്ട്. അതിനുശേഷം ഇവിടേക്ക് ഈ 18-ാം പടിയിലേക്ക് അവരെ ആനയിച്ചെത്തുന്നു. 18-ാം പടിക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രി ഉൾപ്പെടെയുള്ളവരും അവരെ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു ചടങ്ങുള്ളത്. 6:30 ഇവിടെ ദീപാരാധന നടക്കുന്നു. 6:30 ശേഷമാണ് ഈ ഒരു മകരവിളക്ക് ദർശനം ഉണ്ടാകുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കോവിഡിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞുള്ള ഒരു തീർത്ഥാടന കാലം ഇവിടെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഒരുപാട് ആശ്വാസകരമാണ്. അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവരിവിടെ കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം തമ്പടിച്ച് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുല്ലുമേടും പാഞ്ചാലിമേടും പമ്പ ഹിൽ ടോപ്പും അങ്ങനെ എല്ലായിടത്തുമുണ്ട്. എന്നൊപ്പം ഡാൻ കുര്യൻ കൂടിയുണ്ട്. ഡാന് കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടുത്തെ മുഴുവൻ ക്രമീകരണങ്ങളും നടന്ന് മനസ്സിലാക്കി ആളുകൂടിയാണ്, പോലീസ് ക്രമീകരണങ്ങൾ അടക്കം. ഡാന, ഇങ്ങനൊരു സ്ഥലത്ത് ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും ചെയ്യാൻ പറ്റുന്ന പോലെയല്ല. സമീപ സംസ്ഥാനങ്ങളിലുള്ള മനുഷ്യരുണ്ട്, എല്ലാവരുടെ ഭാഷ വ്യത്യസ്തമാണ്. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു കേന്ദ്രമായി ശബരിമല മാറുകയാണ്. അതിന് പോലീസിനും സുരക്ഷാ സംവിധാനങ്ങൾ, ദേവസ്വം ബോർഡ്, സർക്കാർ, ഇതെല്ലാം ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഡാൻ ഇവിടുത്തെ ഒരു ക്രമീകരണം? നമുക്ക് എന്ത് പറയാം? ഏറ്റവും അവസാനത്തെ ഒരു ഒരുക്കത്തെ കുറിച്ച് എന്ത് പറയാം? ഞാൻ ഈ ഒരുക്കങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് കണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തോന്നിയിരിക്കുന്നത്, ഇത്തരത്തിലുള്ള, അതായത് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡും പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിനോട് താതാത്മ്യപ്പെടുന്ന തരത്തിലേക്ക് കൊച്ചു കുട്ടികൾ മുതൽ, അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ കന്നി അയ്യപ്പന്മാർ മുതൽ വലിയ പ്രായമേറിയ ആളുകൾ വരെ അവരെല്ലാവരും ആ ഒരു തിരക്കിനോടും തെക്കിനോടുമൊക്കെ താതാത്മ്യപ്പെട്ടുകൊണ്ട് കിട്ടിയ ഇടങ്ങളിൽ ഈ ഒരു പുണ്യദർശനം കാത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ സന്നിധാനത്തുള്ളത്. വലിയ വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. 2 ലക്ഷത്തിലധികം ആളുകൾ സന്നിധാനത്തും ഒപ്പം തന്നെ ഈ പുല്ലുമേടും ഒപ്പം തന്നെ പമ്പാവാലിയിലും അതിനോടൊപ്പം തന്നെ ശരംകുത്തിയിലുമൊക്കെയായി തിങ്ങിക്കൂടും എന്ന ഒരു വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. കനത്ത സുരക്ഷയിലാണ് കേന്ദ്ര സേനാംഗങ്ങളുടെ അടക്കം കനത്ത സുരക്ഷാ വലയത്തിലാണ് സന്നിധാനവും പരിസരവും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തിന്റെ മാത്രം സുരക്ഷ നിർവഹിക്കുന്നതിൽ 3 SP-മാരടക്കം പങ്കാളികളാണ്. അതിനോടൊപ്പമാണ് പുല്ലുമേട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിൽ കൊച്ചി റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, പോലീസിന്റെ നിയന്ത്രണങ്ങളെ അല്ലെങ്കിൽ പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡുകളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറാനായിട്ട് തീർത്ഥാടകർ നടത്തുന്ന ശ്രമം, അത് പോലീസിന് വലിയൊരു വെല്ലുവിളിയാണ് ഉണർത്തുന്നത് പലയിടങ്ങളിലും. പക്ഷേ സംയമനം പാലിച്ചുകൊണ്ട് അവർ പരമാവധി ആ വ്യൂ പോയിന്റുകളിൽ ആളുകൾക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കി നൽകുന്നുമുണ്ട്. എന്തായാലും നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ
5:30 പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുക. ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ നേരിട്ടെത്തി അവിടെ നിന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. അവിടെ നിന്ന് സ്വീകരിച്ച് വലിയ ആഘോഷപൂർവ്വമായി പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരങ്ങളോടെയായിരിക്കും 18-ാം പടിക്ക് സമീപത്തേക്ക് തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എത്തുക. അവിടെ വെച്ച് കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപനും ചേർന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി 18-ാം പടിക്ക് മുകളിലൂടെ ഈ തിരുമുറ്റത്തേക്ക് എത്തിക്കും. തിരുമുറ്റത്ത് തന്ത്രിയും മറ്റേ ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ഈ തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി 6:30 സർവാഭരണ വിഭൂഷിതരായി അയ്യപ്പസ്വാമിയെ ദീപാരാധനയോടെ തൊഴുത് വണങ്ങുന്നതിന് പിന്നാലെയായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ പുണ്യമുഹൂർത്തം മകരജ്യോതി പൊന്നമ്പലമേട്ടിൽ പൂങ്കാവനത്തിലെ പൊന്നമ്പലമേട്ടിൽ ദർശന പുണ്യമായി മകരജ്യോതി തെളിയുന്ന ആ അനുസ്യൂത നിമിഷങ്ങൾ അതിന് ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയാകുന്നത്. 8:45 പ്രധാനമായ മകരസംക്രമ പൂജ നടക്കുക. അതോടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം അവസാനിക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ബാക്കിയാകുന്നത്. എന്തായാലും മറ്റ് വിശദാംശങ്ങളെല്ലാം ശ്രീജിത്ത് തന്നെ നൽകും. ഡാൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരുക്കങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ഇന്ദു മൽഹോത്ര അല്പസമയം മുമ്പ് ഇവിടെ ഈ മകരവിളക്ക് ദർശിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. തമിഴ് സിനിമാ ലോകത്ത് നിന്ന് ജയം രവി, നയൻതാരയുടെ ഭർത്താവ് കൂടിയായ വിഘ്നേഷ് ശിവൻ, ഒപ്പം തന്നെ ജയറാം, അങ്ങനെ താരങ്ങളുടെ വലിയ നിരയുണ്ട്. ഉണ്ണിമുകുന്ദനെ പോലുള്ള മാളികപ്പുറം സിനിമയുടെ അണിയറ പ്രവർത്തകർ രാവിലെ മുതൽ സന്നിധാനത്തുണ്ടായിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള മനുഷ്യർ ഒത്തുചേരുന്ന ഒരിടമായി ശബരിമല മാറിയിരിക്കുന്നു. ശബരിമലയുടെ ഏതാണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മകരജ്യോതി ദർശനത്തിനായുള്ളത്. തിരുവാഭരണ ഘോഷയാത്ര പമ്പയിലെത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരുവാഭരണ ഘോഷയാത്രയ്ക്കായുള്ള കാത്തിരിപ്പാണ് ഈ ഒരു ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുക. നമ്മൾ ഉറ്റുനോക്കുന്നതും പമ്പയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുകയും അവിടെ നിന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് 18-ാം പടി എത്തുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് ഇനി അടുത്തതായി കാണേണ്ടതും. ഇപ്പോൾ പമ്പയിൽ നിന്നും ഷാനോസ് ഡേവിഡ് കൂടി വിവരങ്ങളുമായി ചേരുന്നു. ഷാനോസ്, പമ്പയിലെ ഒരു അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ്? ഭക്തി നിർഭരമാണ്? എത്രത്തോളം ആളുകളുണ്ട് അവിടെ? എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, പമ്പ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ സെഗ്മെന്റുകളാക്കി തിരിക്കുന്നതിന് പകരം ആ ത്രിവേണിക്ക് സമാന്തരമായി വരുന്ന നടപ്പന്തൽ മുഴുവനും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഹിൽ ടോപ്പിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് വൈകുന്നേരം ഏതാണ്ട് 6:30 ശേഷം മകരജ്യോതി തെളിയുക. അത് നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം ഹിൽ ടോപ്പിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പമ്പയിൽ നിന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ മകരവിളക്ക് തെളിയുന്നത് സാധാരണഗതിയിൽ കാണുക അത്ര അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പമ്പയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഈ മകരവിളക്ക് തെളിയുന്നത് കാണാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ട് ഈ ശബരിമലയുടെ ചുറ്റു പ്രദേശങ്ങളിലും. ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളടക്കം അതിനകത്ത് വരുന്നുണ്ട്. ആ പ്രദേശങ്ങളൊക്കെയാണ് സാധാരണ തീർത്ഥാടകർ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിൽ ടോപ്പിൽ വലിയ തോതിൽ തീർത്ഥാടകർ കൂടുന്നൊരിടമാണ്. കാരണം ഇവിടെ നിന്നാൽ നേരെ ദർശിക്കാൻ കഴിയും, മകരവിളക്ക് തെളിയുന്ന സമയത്ത് തന്നെ ദർശിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടെയാണ് ആയിരക്കണക്കിന് തീർത്ഥാടകർ ഈ ഹിൽ ടോപ്പിലേക്ക് അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയും വലിയ തോതിൽ തിരക്കുണ്ട്. പോലീസ് കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. ഒപ്പം NDRF സംഘമുണ്ട്. നമ്മൾ വരുമ്പോൾ ഉള്ള സാഹചര്യമല്ല, ഓരോ നിമിഷവും ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പമ്പയിൽ നിന്നാൽ സ്വാഭാവികമായിട്ടും പമ്പയിൽ നിന്നാൽ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന തീർത്ഥാടകർ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ഈ ഹിൽ ടോപ്പ് തേടി വരിക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അങ്ങനെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾ നമ്മോട് തന്നെ സംശയിച്ചത് എവിടെ നിന്നാണ് കാണാൻ കഴിയുക അടക്കമുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ്. കാരണം വരുന്നതിൽ ഭൂരിഭാഗം പേരും ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ഏറെയും മലയാളികൾ നമ്മൾ വളരെ കുറച്ച് തീർത്ഥാടകരെ മാത്രമേ ഇവിടെ മലയാളികളായിട്ട് കണ്ടുള്ളൂ. ബാക്കി മുഴുവൻ പേരും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തീർത്ഥാടകരാണ്. പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെയും നമുക്ക് ഇടയ്ക്ക് കാണാൻ കഴിയുന്നു. അതായത് പമ്പയിൽ നിന്ന് വലിയ തോതിൽ തീർത്ഥാടകർ ഹിൽ ടോപ്പിലേക്ക് കയർന്ന് വരുന്നു. അവർ നമ്മൾ ക്യാമറ ചലിപ്പിക്കുമ്പോൾ തന്നെ ശരണം വിളിയോടുകൂടിയാണ് അതിനെ വരവേൽക്കുന്നത്. കാരണം
അവിടെ ഒരു വലിയ കാത്തിരിപ്പാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ശബരിമലയ്ക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായ മകരവിളക്ക് മഹോത്സവത്തിന് തന്നെ വരാൻ കഴിയുന്നു. അന്ന് മകരവിളക്ക് ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു തീർത്ഥാടകനെ സംബന്ധിച്ച്, ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇവിടെയും വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പമ്പയുടെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. മടങ്ങിപ്പോകുന്ന തീർത്ഥാടകരെക്കാളും കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന തീർത്ഥാടകരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു 6-7 മണിക്കകം ഇത് ദർശിച്ചതിന് ശേഷം ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അത് ചെന്ന് വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അതിനുശേഷമായിരിക്കും മകരവിളക്ക് തെളിയിക്കുക. ആ സമയത്ത് എന്തായാലും ഇത് കാണാൻ കഴിയും. അതൊരു അത്യപൂർവ ഭാഗ്യമായി കരുതുന്നവരാണ് അയ്യപ്പ തീർത്ഥാടകർ. ശരണം വിളികളോടുകൂടി ഇതിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. എന്തായാലും മിനിറ്റുകൾ മാത്രമെന്ന് പറയാം, അങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ തീർത്ഥാടകരും കാത്തിരിക്കുകയാണ്. പരമാവധി പേര് ഈ ഹിൽ ടോപ്പ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. അവർക്ക് ഒരു സെക്കൻഡെങ്കിലും ഒന്ന് കാണാൻ കഴിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി ഏത് വിധേനയും ഇത് കാണാൻ വേണ്ടി ശ്രമമാണ് ഓരോ അയ്യപ്പ തീർത്ഥാടകനും നടത്തുന്നത്. അശ്വതി. ശരി, ഷാനോസ് ഡേവിഡാണ് ഹിൽ ടോപ്പിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകി. ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളിൽ നിന്ന് പരമാവധി സമയം നിന്ന് തൊഴുത് മകരജ്യോതി ദർശിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ള അയ്യപ്പന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കൂടുതൽ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് ആളുകൾ എത്തി അവിടെ നിലയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ, സാധാരണക്കാരടക്കം VVIPകളടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ എത്തി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ എത്തി തൊഴുതു മടങ്ങുന്നവരുണ്ട്. ശബരിമല ദർശനം ഒരു അനുഗ്രഹമാണെന്നായിരുന്നു നടൻ വിഘ്നേഷ് ശിവൻ പ്രതികരിച്ചത്. Always feel blessed to be here. സന്തോഷം. How many times you came here? நிறைய கவுண்ட் பண்ண. മകരവിളക്ക് ഫസ്റ്റ് ടൈം? இல்லை இது ஒரு 5-6 டைம்ஸ் மேலே கண்டினியூஸாக எல்லா இயரும் 2019, 20, 2022 எல்லா வருஷமும் வந்துருத்தாங்க. ഫാമിലി ഹാപ്പി ആയിരുന്നു. താങ്ക് യു. ഇതുപോലെ നിരവധി പേരാണ് വിഐപികളടക്കം അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇനി ഒരു ലക്ഷ്യമാണ് മകരജ്യോതി ദർശനം കണ്ട് മടങ്ങുക, സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ തൊഴുതു മടങ്ങുക എന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഭക്തി നിർഭരമാണ് സന്നിധാനവും പരിസര പ്രദേശവും. ഒരേ ഒരു ലക്ഷ്യം ഇനി മകരസംക്രമ പൂജ, അതിനൊപ്പം മകരവിളക്ക് ദർശനം, ഒപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദീപാരാധന, അതിലേക്ക് ആണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ മകരസംക്രമ ദിനത്തിൻ്റെയും ഈ കാര്യങ്ങളുടെയും ഒക്കെ ചരിത്രവും അതിൻ്റെ ഐതിഹ്യവും വിശദീകരിക്കാനായി നമുക്കൊപ്പം അതിഥികൾ ചേരുകയാണ്. ശബരിമല മുൻ മേൽശാന്തി പെരികമന ശങ്കരനാരായണൻ നമ്പൂതിരി, ഒപ്പം ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ എന്നിവർ ചേരുകയാണ്. ഞാൻ അതിഥികളിലേക്ക് പോകുന്നു. ആദ്യം ശ്രീ പെരികമന ശങ്കരനാരായണൻ നമ്പൂതിരി, ഏറെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരുപാട് പേരാണ് ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നത്. ഇനിയുള്ള ചടങ്ങുകൾ അങ്ങൊന്ന് വിശദമാക്കാമോ? സ്വാമി ശരണം, സ്വാമിയേ ശരണം അയ്യപ്പ. ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് ഭക്തിയുടെ ആനന്ദ പാരവശ്യത്തിലെത്തിക്കുന്ന ഒരു മഹാമുഹൂർത്തമാണ് ഉത്തരായണ സംക്രമ സന്ധ്യ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരസംക്രമ സന്ധ്യയേക്കാൾ ഉപരി ശബരിമലയിലൊന്നുമില്ല. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഇച്ഛയോടുകൂടി ഭഗവാൻ ഭക്തലോകത്തെ കണ്ണു തുറന്ന് എന്ന് പറയുമ്പോൾ ഭഗവാൻ സദാ ധ്യാന നിമഗ്നനായിട്ടുള്ളതായ രൂപത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ യോഗ ധ്യാനനിരതനായ ധർമ്മശാസ്താവ് ആ ധ്യാനനിരത സ്വഭാവത്തിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന് കണ്ണു തുറന്ന് ഭക്തലോകത്തെ കണ്ണു തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് ഉത്തരായണ സംക്രമം. നമ്മുടെ രാശി അതുപോലെ ജ്യോതിഷ സംബന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് 2 അയനമാണ്, ഉത്തരായണം, ദക്ഷിണായനം. ഇതിൽ ഉത്തരായണ സംക്രമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്
ദേവകാലം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ദിവസം രാത്രിയും പകലും എന്നതുപോലെയാണ് ദക്ഷിണായനം രാത്രിയായിട്ടും ഉത്തരായണം പകലായിട്ടുമാണ് നമ്മൾ ശാസ്ത്ര യുക്തി പ്രകാരം കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഉത്തരായണ സംക്രമം എന്ന് പറയുന്നത് നമുക്ക് പുലരാൻ പോകുന്നു അല്ലെങ്കിൽ ഉണരാൻ പോകുന്നു എന്നുള്ളതായ ഒരു പുണ്യ നിമിഷമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രഭാതം വിരിയുന്നു, അല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു ദിവസം പുലരുന്നു. ആ ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും സൽക്കർമാദികൾക്കൊക്കെ തന്നെ ശുഭകാലമായിട്ടാണ് ഉത്തരായണ കാലം. അപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ സത്കർമ്മങ്ങളുടെയും പ്രതിഷ്ഠ, അഷ്ടബന്ധ കലശാദികൾ, നവീകരണ കലശങ്ങൾ, ഇങ്ങനെയുള്ള കാലങ്ങൾക്കെല്ലാം ഒരു പുണ്യകാലമായിട്ടാണ് ഉത്തരായണ കാലം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉത്തരായണ സംക്രമസന്ധ്യ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു നിമിഷമാണ്. ശബരിമലയുടെ ഐതിഹ്യത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പന്തള രാജാവുമായിട്ടുള്ളതായ ക്ഷേത്രത്തിൻ്റെ ബന്ധം, ശാസ്താവിൻ്റെ ബന്ധം വളരെ വളരെ സുദൃഢമായിട്ടുള്ളതായ ഒരു ബന്ധമാണ്. പന്തളത്ത് നിന്ന് ഇന്നും എത്തിച്ച് വരുന്നതായ തിരുവാഭരണം ചാർത്തിയുള്ളതായ ദീപാരാധനയാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തിരുവാഭരണ ഘോഷയാത്രയുടെ പാരമ്യമായ മുഹൂർത്തം. ഏതാണ്ട് നമുക്ക് ഈ സന്ധ്യ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉത്തരായണ സംക്രമ സന്ധ്യ അത് ഭക്തിയുടെ പാരമ്യമായിട്ടുള്ളതായ കർപ്പൂര കാന്തിയോടുകൂടി ശോഭിക്കുന്നതായ ഒരു മുഹൂർത്തമാണ്. ഭക്തലോകങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായ നിമിഷം. കാനന ഭംഗിയിൽ സഹ്യാദ്രിയുടെ മലനിരയിൽ ശബരിമല ഒരു പ്രധാന തടമായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. പമ്പയുടെ തീരത്ത് ധർമ്മശാസ്താവിൻ്റെ അവതാരം, ആ അവതാരോദ്ദേശങ്ങളുടെ ഫലമായി നമുക്ക് സിദ്ധിച്ച ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ 3 ഗുണങ്ങളോടുകൂടിയ, അതായത് സ്ഥലകാല ബിംബമഹിമാദികളോടുകൂടി ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. സ്ഥലമഹിമ കൊണ്ട് ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സ്ഥാനത്താണ്. ഗിരിനിരകളുടെ ദൃശ്യം, അവിടെ നിന്ന് പൂർവ്വഭാഗത്തേക്കുള്ളതായ ദൃഷ്ടി, ഇതൊക്കെ പരിഗണിച്ചാൽ ശബരിമല ഏറ്റവും പരിപൂർണമായ ക്ഷേത്ര സ്വച്ഛന്തമായ സ്ഥാനത്താണ് ക്ഷേത്രം നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ 18-ാം പടിയും അതിൻ്റെ സങ്കല്പങ്ങളും ആ ക്ഷേത്ര രൂപത്തിൽ അതിനെ ഭാവിച്ചിരിക്കുന്നതായ ആ അത്യുത്തമമായിട്ടുള്ളതായ രൂപഭാവനയാണ് 18-ാം പടിയും ക്ഷേത്രവും ശ്രീകോവിലും നിശ്ചയിച്ചിരിക്കുന്നത്. അതിനേക്കാൾ മനോഹരം, അതിനേക്കാൾ അതിദിവ്യമായ സങ്കല്പമാണ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ ആ കാണുന്ന മോഹന ബിംബം. ചിന്മുദ്രാങ്കിതനായിട്ടുള്ളതായ ധർമ്മശാസ്താവ് അർക്കകോടികളുടെ പ്രഭാപൂരത്തിൽ വിരാജിക്കുന്നതായ ആ ചിന്മുദ്രയോടുകൂടിയ യോഗപട്ടാസനസ്ഥിതനായ ധർമ്മശാസ്താവിൻ്റെ രൂപം എന്ന് പറയുന്നത് പരശുരാമ സങ്കല്പത്തിൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് ശബരിമല. ഇതിൽ പരശുരാമനും അഗസ്ത്യമുനിയും തന്നെ വളരെയധികം വ്യസനപ്പെട്ടു. നമുക്ക് ഏത് രൂപത്തിൽ ഭഗവാൻ പന്തള രാജാവിന് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തപ്രകാരം ശബരിമല പ്രതിഷ്ഠാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനായിക്കൊണ്ട് ഒരു രൂപഭംഗി അല്ലെങ്കിൽ ആ ബിംബം എങ്ങനെ കൽപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ മഹാദേവൻ തന്നെ, സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷമായി തന്നെ ആ യോഗപട്ടാസനസ്ഥിതനായിട്ടുള്ളതായ രൂപത്തിൽ ദർശനം നൽകി ഈ പ്രകാരത്തിൽ അയ്യപ്പൻ്റെ വിഗ്രഹം കൽപ്പിച്ചുകൊള്ളുക എന്ന് പരശുരാമന് തന്നെ ആ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മോഹന രൂപമായിട്ടുള്ളതായ ബിംബത്തിൽ ശബരിമലയിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. നമുക്ക് പൂർവികമായിട്ടുള്ളതായ കാലഘട്ടത്തിൽ ശബരിമലയുടെ പല പല ഐതിഹ്യങ്ങളും അനുഭവങ്ങളും ഭക്തകോടികളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഓരോ ഭക്തനും, ശബരിമലയിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും ഓരോ ഫലമാണ്. ഭഗവാന്റെ
തിരുനട തീർച്ചയായും ഇപ്പോൾ തുറക്കുന്നതിനുള്ളതായ ആ തിരുനട തുറക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി വരാം. ശബരിമല നട തുറന്നിരിക്കുകയാണ്. സന്നിധാനം അത്യധികം ഭക്തിസാന്ദ്രമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കുമൊക്കെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.